പല വീഡിയോ നിരത്തി വെച്ചിട്ടുണ്ട് 100 പീസ് 12 Pro അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്റെ കയ്യിൽ പൈസയില്ല, ഐഫോൺ വാങ്ങാൻ പ്ലാനും ഇല്ല. പക്ഷെ ഞാൻ വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട്. 35 ലൈക്ക് കേട്ടോ അതിന്. വീണ്ടും കുറച്ചു 1800 ദിറംസിന് 512 നല്ല സാധനം. ബോക്സ് പീസ് ബോക്സ് അല്ല, പക്ഷെ നല്ല സാധനമാണ്. ഇത് ഉപയോഗിക്കാത്ത സാധനമാണ്. 11 Pro ഇത് ജോർജ് 4355 നമ്മുടെ പോരെ ഇങ്ങട്. അപ്പോ എവറസിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ 15+ എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു കിഡ്ല സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ആള് 4 ആളെ ഉണ്ട്. നോക്കി 2450 രൂപ കിട്ടുന്ന സാധനം നോക്ക്. 14 Pro Max നിങ്ങളുടെ പെരുന്നാൾ ഓഫർ ആട്ടോ. സാധനം നോക്ക് നരി എന്ന് പറഞ്ഞ പോലെ വേറെ ലെവൽ. 13 Pro നോൺ ആക്റ്റീവ് എവിടെ പോയാലും കിട്ടൂല. എന്റെ അടുത്തുണ്ട് 13 Pro നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവർക്ക് 5 ആളെ എടുക്കുന്നില്ലേ? അതെ, 4 പേര് അടുത്തതിൽ 5 ആളെ നമ്മൾ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് ഡോട്ട് ഇല്ലാത്ത 13 Pro വിശ്വസിച്ചിട്ട് ഇപ്പൊ അക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ 10-100 പീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4300 അപ്പഴേക്ക് 500 ദിർഹം കുറച്ചിട്ട് ഈ സാധനം വേണോ വേണ്ടവരെടുത്തോ. 500 ദിർഹമാണ് ഇതിന് കുറവ് കേട്ടോ. 5 ദിവസം ആക്റ്റീവ് ആയതുകൊണ്ട് 500 ദിർഹംസ്. 15 Pro Max ആട്ടോ 256 256 GB. അപ്പൊ നോക്കി വെച്ചോ, പെരുന്നാൾ ലീവ് ഉള്ളപ്പോ നിങ്ങൾ കയറി പോയ സാധനം നോക്കിയാൽ നല്ല കമന്റ് പോയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ കമന്റ് ബോക്സ് ഫുൾ ആയി കൊടുത്തവണ. അത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്താ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരോട് പറയാം നിങ്ങളെ കമന്റ് ലൈക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് വീഡിയോയിൽ നമ്മുടെ കമന്റ് ഇട്ടിട്ടുണ്ട് നോക്കാം. ആ കമന്റ് ഇട്ടവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് 800 ഐഫോൺ 12 മിനി കഴിഞ്ഞ പ്രാവശ്യം 3-4 ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ഫോണാണ്. ഇതിന്റെ ഒറ്റ ഫോണുള്ളൂ. പെരുന്നാളിന് ഞങ്ങൾ ലീവ് ആയിരിക്കും. പെരുന്നാൾ ലീവ് ഫുൾ ലീവ് പെരുന്നാളിന്റെ ദിവസം. അപ്പൊ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടാ. നിങ്ങൾ ഐഫോണിന്റെയും S24 അൾട്രയുടെയും പ്രൈസിന് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നൊക്കെ ഒന്ന് സർപ്രൈസ് ഉണ്ട്. നമ്മൾ എവറസ്റ്റ് സിറ്റിയിൽ എത്തി. ഇന്ന് വേറെ ലെവൽ ഓഫർ നമ്മുടെ സ്വന്തം യൂസർ ഫോണിലാട്ടോ. എടുത്ത് വെച്ചിരിക്കാൻ 2 മാസമായി നമ്മൾ യൂസർ ഫോൺ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞ് ഓഫർ ഇട് നമുക്ക് പുതിയ ഇടം തന്നെ കസ്റ്റമർ എൻക്വയറി എല്ലാത്തിനും ഉണ്ട്. അപ്പൊ നമ്മളെ പഴയ വീഡിയോ നോക്കിയോ ഏകദേശം ഓൾമോസ്റ്റ് അതേ റേറ്റിൽ തന്നെയാണ് പുതിയത് പോകുന്നത്. യൂസറിന്റെ ഈ വീക്ക് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വീക്ക് എന്താക്കാം നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. റംസാൻ നമ്മളിപ്പോ പെരുന്നാൾ ഓഫറാണ് കൊടുക്കാൻ പോകുന്നത്. പെരുന്നാളിന് ഞങ്ങൾ ലീവ് ആയിരിക്കും. പെരുന്നാൾ ലീവ് ഫുൾ ലീവ് പെരുന്നാളിന്റെ ദിവസം. അപ്പൊ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏകദേശം പെരുന്നാൾ ചാൻസ് ഒന്നെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഞായർ തിങ്കള് ഒരു ദിവസം. ശനിയാഴ്ച ആവില്ല. അപ്പൊ എന്തായാലും ഞായർ തിങ്കൾ ചൊവ്വ 3 ദിവസം ലീവ് കിട്ടും അല്ലേ? ലീവ് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഓൺലി നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ സ്റ്റാഫുകൾ ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലീവ് വേണം. എന്നാണ് പെരുന്നാള് അന്ന് ലീവാണ്. അതെ, എന്നാണ് പെരുന്നാള് UAE അന്ന് കട ലീവാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം മൊത്തത്തിൽ ലീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ലീവ് ഒക്കെ എടുത്തൊന്ന് ഫാമിലിയിലും അവിടെ ഒക്കെ അതിന് അതിന്റെ മുന്നേ വന്നിട്ട് ഫോൺ വാങ്ങിക്കോ, അല്ല അതിന്റെ ശേഷം വന്നിട്ട് വാങ്ങിക്കോ. നിങ്ങൾക്ക് ഇതേ ഓഫർ നിങ്ങൾക്ക് കിട്ടും. അതെ, പബ്ലിക് ഹോളിഡേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും UAE 2 ദിവസം. അപ്പൊ ഈ ഓഫർ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇപ്പൊ വീഡിയോ ഇടുന്നത് മുതൽ പെരുന്നാളിന്റെ ലീവ് വരെ എല്ലാ ദിവസവും കിട്ടുന്നതായിരിക്കും. ഷോപ്പ് ഒറ്റ ദിവസം ലീവ് ഉള്ളൂ. നിങ്ങൾക്ക് പബ്ലിക് ഹോളിഡേസിലുള്ള സമയത്ത് നിങ്ങൾക്ക് വരെ എടുക്കാം. ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ ആ പെരുന്നാളിന് ചിലപ്പോൾ നോക്കി വരും. അവിടുത്തെ വന്നിട്ട് തിരിച്ചു പോകും. അത് ഞങ്ങൾക്ക് കൂടി വിഷമം. അതെ, അതുകൊണ്ടാണ് തീർച്ചയായും പറഞ്ഞു. കാരണം അബുദാബിന്ന് നിന്ന് ഷാർജയിൽ നിന്ന് അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവിടുത്തെ വരെ വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ സ്നേഹിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് പിന്നെ അവർക്ക് നേരെ തിരിച്ചാവും, ഓപ്പോസിറ്റ് ആവും. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മുൻകൂറായിട്ട് ഫസ്റ്റ് തന്നെ അത് പറയുന്നത്. അതെ, എന്നാണ് പെരുന്നാൾ അന്ന് ലീവ് ആയിരിക്കും. അപ്പൊ പെരുന്നാൾ ഓഫർ ആണെങ്കിൽ യൂസ്ഡ് ഫോണിന്റെ പെരുന്നാൾ ഓഫർ അടുത്ത ആഴ്ച നമ്മൾ പുതിയ ഫോണിന്റെ ഓഫർ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ, പ്രത്യേകിച്ച് സാധനം കാണുന്നില്ല. ഓക്കെ, ഇത് 12 Pro ആണ്. ഓക്കെ, 12 Pro ഭയങ്കര ഓഫർ കൊടുക്കാം. 12 Pro നമുക്ക് കൊടുക്കാം. 12 Pro ആദ്യം തന്നെ പറയാം. പല വീഡിയോ നിരത്തി വെച്ചിട്ടുണ്ട് 100 പീസ് 12 Pro ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കിഡിൽ ഓഫറിൽ തരാൻ പോകുന്നതാണ്. ഇതില് 128 ഉണ്ട്, 512 ഉണ്ട്. ഓക്കെ, 128 ഈ ഒരൊറ്റ സാധനത്തിൽ അയച്ച പീസ് ഇല്ല. ഇമ്പോർട്ടന്റ് ഒന്ന്. രണ്ടാമത് ഒരു ഒറ്റ സാധനത്തിൽ ക്യാമറ ഡോട്ട് ഇല്ല. ഓക്കെ, ക്യാമറ ഡോട്ടാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പലതവണ ക്യാമറ ഡോട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരേ ഒരു ഷോപ്പേ ഉള്ളൂ. അത് UAE തന്നെ. അത് ഞങ്ങളെ ഷോപ്പ് 100% ആണ്. ഡോട്ട് പറഞ്ഞിട്ട് UAE ആരും വീഡിയോ ചെയ്യാറില്ല. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോട്ട് ഇല്ലാത്ത 2-3 അയച്ച പീസ് അല്ല. പിന്നെ ബഫ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഗ്ലാസ് വരെ ഇട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ട് AKD ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ബഫ് ചെയ്താൽ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് AKD ഗ്ലാസ് വരെ ഇട്ടിട്ട് സെറ്റായിട്ട് വെച്ച സാധനമാണ്. അത്ര ഉറപ്പിലാണ്. ബൂസ്റ്റും കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററിന്റെ കാര്യത്തിൽ 80 ചുവടിയുണ്ട്, 80 മുകളിലുണ്ട്. 80 മുകളിലുള്ള ഫോൺ ഉണ്ട്, 80 താഴെയുള്ള ഫോൺ ഉണ്ട്. പക്ഷേ ബാറ്ററി ബൂസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണോ അതുപോലെ നമുക്ക് ബൂസ്റ്റ് 83 ബാറ്ററി ആണല്ല, ബൂസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ്. ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും ഒരാളറിയില്ല. കാരണം ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അത്രയും നല്ല ക്ലീൻ പീസാണ്. അപ്പൊ നമ്മൾ പെരുന്നാളായി ഇതൊക്കെ എന്താണ്
അത് സെയിൽ ചെയ്ത് അങ്ങ് കാലിയാക്കാൻ പോകും. അതെ, സെയിൽ പെരുന്നാൾ ഓഫറിന് 11 Pro നിങ്ങൾക്ക് തരാൻ പോവാണ്. 5G മൊബൈലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം, ബഫിങ്ങോ ബൂസ്റ്റിങ്ങോ ഒന്നുമില്ലാതെ കിഡിലെ സാധനം. എത്ര 128 എത്ര 82 ബാറ്ററി വരെ ഉള്ളത്. 82ന്റെ ചൂടുള്ള എല്ലാ ബാറ്ററി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നത് 950 റംസിന് 950 കൊടുക്കും. 82 വരെ ഉള്ള 82ന്റെ ചൂടുള്ള ബാറ്ററി മുഴുവൻ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ തരുന്നത് 950 റംസിന്. 950 കാണില്ല. 82ന്റെ 83 ആണല്ലോ. തപ്പ് നമ്മളൊപ്പം തപ്പ് നീ 80 83 83 80 82 ഒന്നുമില്ലട്ടാ 83. ഓക്കെ, അപ്പോ 82 ബാറ്ററി എങ്കിൽ ഇതാ ഇത് എത്ര എടുത്ത എന്റെ ഉള്ളത്? ഇത് 90 ബാറ്ററി ഉണ്ട്. 82 ബാക്കിലാണെങ്കിൽ 80ന്റെ ജോഡിയാണെങ്കിൽ 950. 83 84 85 86 87 ഒക്കെ ബാറ്ററി ആണെങ്കിൽ അതും അവൈലബിൾ ആണ്. അത് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു 100 ദിർഹംസ് എക്സ്ട്രാ. അധികമൊന്നുമില്ല, വെറും 100 ദിർഹംസ് വന്നാൽ 1050 ദിർഹംസിന് നിങ്ങൾക്ക് 85 86 83 87 ഇതൊക്കെ ബാറ്ററി ഉണ്ട്. 87 വരെ കിട്ടും, കൊടുക്കാം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പൊ 12 Pro 82ന് മുകളിൽ ബാറ്ററി 88 ഉണ്ട്. 1050 ദിർഹത്തിന് കിട്ടും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം. ഓക്കെ, ഡൺ. അപ്പൊ അതിന്റെ മേലേക്ക് അതിന്റെ മോൾക്ക് ഇല്ല, അതിന് മോളിലേക്ക് ഇല്ല. അപ്പൊ അത് ഒരു വിസാട്ടെന്തോ ലക്കിന് 90 നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആദ്യം വരുന്നാക്കി എടുത്തുകൊണ്ട് പോകാം. അതെ, ആദ്യം ഒരാൾക്ക് ഇതിട്ടുണ്ട്. അപ്പൊ 12 പ്രോഡക്റ്റ് സ്റ്റോക്ക് ആണ്. ഇതൊക്കെ നിങ്ങൾ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി എങ്ങനെ നോക്കിയാൽ 90ന്റെ മുകളിൽ ബാറ്ററി ഉണ്ടാവും. അതുകൊണ്ടാണ് എന്റെ ഷോപ്പിൽ വന്ന 90ന്റെ മേലെ ബാറ്ററി നിങ്ങൾക്ക് വളരെ വിരളായിരിക്കും. കാരണം 90ന്റെ മേലെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്. മുന്നേ പറഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്. നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ അതിൽ എത്ര ബാറ്ററി ഉണ്ട്. എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാറ്ററി കുറവാണോ കൂടുതലാണോ. കാരണം നിങ്ങൾ എന്തായാലും ഒരു കൊല്ലം ഉപയോഗിക്കുമ്പോൾ ബാറ്ററി കുറയുന്നുണ്ടോ, അപ്പോൾ വേറെ ആൾ ഉപയോഗിക്കുമ്പോൾ കുറയണ്ടേ. അപ്പോൾ 2 3 വർഷമൊക്കെ ഉപയോഗിച്ച ഫോണാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ബാറ്ററി എത്ര ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി. അതെ, അപ്പൊ അതുകൂടെ നോക്കിക്കോ. 12 Pro കിഡിലെ ഓഫർ ലിങ്ക് വേണോ, ഇതാണ് സാധനം. അതിന്റെ 256 GB. നല്ല റേറ്റിൽ ഞാൻ 512 തരാം. അപ്പൊ 512 അത് എല്ലാം 85ന്റെ മുകളില് 85 അല്ലെങ്കിൽ 84 ഏകദേശം ഏറ്റവും കുറവുള്ളത്. കൂടിപ്പോയാൽ 86 88 വരെ ഉണ്ട്. 84 ഉണ്ട്, 85 85 87 86 ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ആള് അതിന് ഒരൊറ്റ റേറ്റിൽ നമ്മൾ പെരുന്നാൾ ഓഫറായിട്ട് തരാൻ പോവാണ്. 1450 512 GB ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, 512 GB ആണ്. ഡോട്ട് ഇല്ലാത്ത, സ്ക്രാച്ച് ഇല്ലാത്ത, ബൂസ്റ്റ് ചെയ്യാത്ത, അയക്കാത്ത ഒറിജിനൽ സാധനം തരുന്നത്. വെറും 1450 ദിർഹംസിന് മെമ്മറി കൂടുതലുള്ള 1450 512. അതെ, 5G 512 GB ആട്ടോ. 1450 1450 ദിർഹത്തിനാണ്. 256 രൂപയുടെ പ്രൈസിനാണ് 512 GB 12 Pro ഒക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള സാധനം. 1450 അല്ല. നമ്മൾ BBN'ന്റെയോ അതുപോലെ നമ്മളെ ചാനൽ അസ്കർ മാളിക്കലിന്റെ 2 ചാനലും ഫോളോ ചെയ്തിട്ട് ആ ഫോളോ ചെയ്ത ബട്ടൺ ഇവിടെ വന്ന് സ്ക്രീൻഷോട്ട് കാണിക്കുകയാണെങ്കിൽ ഒരു 50 കുറച്ചിട്ട് 1400. സ്പെഷ്യൽ റമദാൻ ഓഫർ 1400 ദിർഹത്തിന് 12 Pro. പെരുന്നാളായിട്ട് ഓഫർ വന്നില്ല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏറ്റവും കുറച്ചിട്ട് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നല്ല ഫോൺ കിട്ടുകയാണ് കേട്ടോ. 1400 നല്ല റേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെ ഞാൻ വീണ്ടും പറയാണ്, വില കുറവ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും പറയുന്നു. വില കുറവ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഇല്ല. കാരണം വില കുറച്ചിട്ട് തരണമെങ്കിൽ എന്തെങ്കിലും ഉടായ്പുണ്ടാണോ, ഉടായ്പുള്ള പരിപാടിക്ക് ഞാൻ നിൽക്കാറുമില്ല. വില കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും മാർക്കറ്റിനെ അപേക്ഷിച്ച് നല്ലൊരു വില കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റേറ്റ് പറഞ്ഞത്. ഇതിലും വില കുറച്ചിട്ട് സാധനം തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ കളിക്കേണ്ടി വരും. അങ്ങനെ കളിച്ച ഫോൺ നമ്മൾ എടുത്തത്. ഇതൊക്കെ നിങ്ങൾ പല വീഡിയോയിലും നിങ്ങൾ തന്നെ തന്ന ഫോണുകളാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപാട് ആളുകൾ ഫോൺ തരുന്നതാണ്. പുതിയ ഫോൺ എടുക്കുമ്പോൾ പഴയ ഫോൺ നമുക്ക് വന്നിട്ട് അങ്ങനെ റീസെയിൽ ആയിട്ടുള്ള ഫോണാണ് ഇത്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉപയോഗിച്ച ഫോണാണ്. പുറത്തുനിന്ന് വന്ന ഫോൺ വളരെ വിരളാണ്. അതുകൊണ്ട് നല്ല സാധനം നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലക്ക് കിട്ടും. ഒരു 50-100 കൊടുത്തു കഴിഞ്ഞാൽ നല്ല തന്നെ വായിക്കും. എന്തായാലും നിങ്ങൾ ഇത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വാങ്ങാൻ നിങ്ങൾ പുറത്തൊക്കെ പോയി അന്വേഷിച്ച് ആ ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം ഇവിടെയും വരാം. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാം. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത്. അതെ, അപ്പൊ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തേൽ പോകുന്ന മുന്നേ നമ്മൾ മറന്നു, എപ്പോഴും നമ്മൾ ആദ്യം തന്നെ പറയാറുണ്ടായിരുന്നു ആളെ തെരഞ്ഞെടുക്കല്. അതെ, ആളെ കമന്റ് തെരഞ്ഞെടുക്കല്. കമന്റ് ആരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കമന്റ് ഇട്ടിട്ടുണ്ട് നോക്കാം. ആ കമന്റ് ഇട്ടവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തവണ നമ്മൾ കൊടുക്കുകയാണ്. ഇത്തവണ നമ്മൾ സാധാരണ 2 പേർക്ക് കൊടുക്കല്. ഇപ്പൊ പെരുന്നാൾ ആയതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം. പെരുന്നാളിന്റെ അല്ല, ഒരു 4 പേർക്ക് നേരെ ഡബിൾ ആക്കി.
നാല് പേർക്ക് കൊടുക്കണം. 4 പേർക്കാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ട എവറസിറ്റിയിൽ നിന്ന് എടുത്ത വീഡിയോ ഒന്ന് കമന്റ് ഇട്ട അത് 4 പേർക്ക് സ്മാർട്ട് വാച്ചുകൾ കൊടുക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ പ്രത്യേകം കമന്റ് ഇടുക. ഈ വീഡിയോ കമന്റ് ഇടുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ തെരഞ്ഞെടുക്കും. 5 പേര് നെക്സ്റ്റ് വീക്കിൽ പെരുന്നാളിനാണ്. ഒരു വീഡിയോ കൂടെ നമ്മൾ പെരുന്നാൾക്ക് മുന്നേ ഉണ്ടാവും. ആ വീഡിയോയിൽ 5 പേരെ തെരഞ്ഞെടുക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ പൈസയില്ല, ഐഫോൺ വാങ്ങാൻ പ്ലാനും ഇല്ല. പക്ഷെ ഞാൻ വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട്. 35 ലൈക്ക് കേട്ടതിന് എപ്പോഴും നമ്മളെ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്, വാങ്ങാൻ പല ആൾക്കാർക്കും കമന്റ് ഉണ്ട്. ഈ കമന്റിൽ 35 ലൈക്ക് ഉണ്ട്. അപ്പൊ ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ വീഡിയോ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരോ കമന്റ് ഇടുന്നു സക്കാത്തിന്റെ പൈസ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് എന്തായാലും പേര് നോബിന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ആരോ കമന്റ് ഇട്ടു സക്കാത്തിന്റെ പൈസ ഇട്ട് മൊബൈലാണ് എടുക്കുക. ഇതേപോലെയാണ് എല്ലാവർക്കും പല ആഗ്രഹം. ചില ആൾക്കാർ വാഹനം വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും, ചില ആൾ വീട്ടിന്റെ എന്തെങ്കിലും ലോണോ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി. കാരണം ചില ആൾക്കൊക്കെ ഇപ്പൊ പണിയെടുക്കുമ്പോൾ 1, 2, 3 മാസമൊക്കെ പൈസ പെൻഡിങ് ഉണ്ടാവും, ശമ്പളം. അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഷോപ്പിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ 1 മാസം 2 മാസമൊക്കെ പെൻഡിങ് ഉണ്ടാവും. പക്ഷെ അധികം ആളുകൾ ക്ലിയർ ആക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഏകദേശം എല്ലാവർക്കും ശമ്പളം കൊടുത്ത് ക്ലിയർ ആക്കും, അതുപോലെ ബോണസ് കൊടുത്ത് ഒഴിവാക്കും. അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ക്യാഷ് ഒരുമിച്ച് വരും. അപ്പൊ പലയാൾക്കും ഞാൻ മനസ്സിലാക്കിയെടുത്ത കൂടുതൽ ഞാൻ ഏതായാലും ഈ ഷോപ്പിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാലും കൂടുതൽ ആൾക്കാർ, കാരണം നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പെരുന്നാളൊക്കെ അല്ല, ലൈഫ് എപ്പോഴും ഇങ്ങനെ നമ്മള് അടിച്ചിട്ടു ഇങ്ങനെ പണിത്തിരക്കിൽ നിന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പൊ പെരുന്നാൾക്ക് 2 ദിവസം പുറത്തൊക്കെ പോവാ, ഒന്ന് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുക, എന്നിട്ട് നാട്ടിൽ കൊടുത്തുവിടുക. അതേപോലെ ചില ആൾക്കൊക്കെ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന സമയമാണ് നമ്മളെ നല്ലൊരു ഫോണൊക്കെ വേണം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും ഇപ്പൊ പറഞ്ഞ നമ്മളെ ഗ്രോസറിയിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഏകദേശം എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വലിയ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ വിചാരിക്കും അവൻ ആ ഫീൽഡിലാണ്, ശമ്പളം ചിലപ്പോൾ ചെറുതായിരിക്കും, നമ്മൾ വലിയ ഫീൽഡ് നോക്കിയിരിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെറിയ ആൾക്കാർക്ക് ചെറിയ ഫോൺ ചെറിയ പൈസക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോണുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനി യൂസറാണ് ഞാൻ വാങ്ങിപ്പോയത് അവന് പെട്ടുപോയി അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെക്കിങ് ഗ്യാരണ്ടി ചെക്കിങ് വാറണ്ടി എല്ലാം തരുന്നുണ്ട്. ഇനി ആ വാറണ്ടിന്റെ ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാലും സർവീസ് ഒക്കെ നമ്മൾ പരമാവധി ചെറിയ പൈസക്ക് ചെയ്തു. കാരണം നമുക്ക് സർവീസ് നമ്മൾ 4 പേരുണ്ട് ഇവിടെ സർവീസറായിട്ട്. അപ്പോൾ സെയിൽസ്മാൻ സർവീസർമാരാണ്. അപ്പോൾ നമ്മൾ പരമാവധി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പൈസ കൊടുക്കണം. നിങ്ങൾ വാറണ്ടി കഴിഞ്ഞു പോയതിനു ശേഷം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെറിയ പൈസക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, അപ്പോൾ സത്യമാണ്. അപ്പൊ ഈ ആൾക്കാരെ ട്രാവൽ വിത്ത് 1999 ഇരിക്കട്ടെ ആദ്യത്തെ ഒരു സ്മാർട്ട് വാച്ച് ഇട്ടോ. അതിൽ റിപ്ലൈ വരുന്നുണ്ടല്ലോ, സെയിം പിച്ച് വിവേക് ഫ്രീക്ക് സെയിം പിച്ച് തൊട്ടൊരു മെസ്സേജ് ഇട്ടുണ്ട്. 2 ഇയർ ആയി നേരത്തെ 2 ഇയർ ആയി ഐഫോൺ എടുക്കാൻ ക്യാഷ് കൂട്ടി വെച്ചിരിക്കുന്നു. ദുബായിലെ ഫ്രണ്ട് വഴി എവറസിറ്റിയിൽ മൊബൈലിൽ നിന്ന് iPhone 15 Plus എടുക്കാനായിരുന്നു വിചാരിക്കുന്നത്. ഓക്കെ, ആയിരിക്കട്ടെ. അതുൽ ജോർജ് 4355 നമ്മുടെ പോരെങ്കിട്. അപ്പോ എവറസിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ 15 Plus എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു കിഡ്ലസ് സ്മാർട്ട് വാച്ച് കിട്ടും. രണ്ടാമത്തെ ആള് 4 ആളെ ഉണ്ടോ തെരഞ്ഞെടുക്കുന്നത്, 4 ആളെ നിങ്ങൾ ഇപ്രാവശ്യം വാച്ച് കിട്ടുന്ന ഒരു ഭയങ്കര മുടങ്ങാതെ വീഡിയോസ് കാണാറുണ്ട്. ഇപ്രാവശ്യം ഒരു വാച്ച് ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് നാളെ എടുത്തും കുറേ ആയി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴോ ഒന്ന് ക്യാഷ് സെറ്റ് ആയത്, വെയിറ്റിംഗ്, ഞാൻ നാട്ടിലെ ഉള്ളത്. ഓക്കെ, അതും ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ സ്മാർട്ട് വാച്ച് കൊടുത്തതിൽ വാങ്ങാൻ വരാന്ന് പറഞ്ഞിട്ട് എന്നാ വെക്കട്ടെ, മൂപ്പർക്ക് ഇരിക്കട്ടെ ഒരു സ്മാർട്ട് വാച്ച്. അങ്ങനെ 3ാമത്തെ ആളെ തെരഞ്ഞെടുത്തുണ്ടാ. 3ാമത്തെ ആളെ തെരഞ്ഞെടുത്തു. ഒന്നാ ലാസ്റ്റ് പറഞ്ഞ കൂടെ തെരഞ്ഞെടുക്കാം. ഡാനി രാജു 2168 ഉണ്ടാവും. ഞാനും ഒരു S24 വാങ്ങാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് ഈ വീഡിയോസ് മുടങ്ങാതെ കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ജെന്യൂനായി ഫോൺ വിളിക്കുന്ന ആളാണെന്ന് തോന്നി. നാട്ടിലേക്ക് 3 കൊണ്ടുവരുന്ന പറഞ്ഞപ്പോൾ കൃത്യമായി കണ്ടുവഴി അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ക്ലിയർ ആയി പറഞ്ഞു തന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഏത് വഴിയെ പോകാന്നുള്ളത്. സാധാരണ കടയിൽ പോയാൽ സെയിൽ ചെയ്യാൻ എന്തും പറയുന്ന ആളുകൾ ഉള്ളിടത്ത് നിന്ന് നിങ്ങൾ സത്യമായി കാര്യങ്ങൾ പറഞ്ഞ് എന്തായാലും S24 മേടിച്ചാൽ നിങ്ങളുടെ അടുത്ത് തന്നെ മേടിക്കുന്ന പറഞ്ഞു കേട്ടോ. അപ്പോൾ ദാനിഷ് രാജു നല്ലൊരു കിട്ടിലെ കമ്പനി ഉണ്ട്. അപ്പൊ 4ാമത്തെ വാച്ച് മൂപ്പർക്ക് ഇരിക്കട്ടെ അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പൊ 4 സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവർക്ക് 5 ആളെ എടുക്കണല്ലേ? അതെ, 4 പേര് അടുത്തതിൽ 5 ആളെ നമ്മൾ ഈ വീഡിയോയിൽ 5 ആളെ തെരഞ്ഞെടുക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറയാതെയാണ് 2 ആളാണ് സാധാരണ തെരഞ്ഞെടുക്കല്, 4 ആളെ തെരഞ്ഞെടുത്തു. അടുത്ത വീഡിയോയിൽ ഇപ്പൊ കണ്ടുകൊടുക്കുന്ന വീഡിയോയിൽ നിങ്ങൾ പോയിട്ട് 5 ആളെ തെരഞ്ഞെടുക്കും കേട്ടോ. 5 ആളെ തെരഞ്ഞെടുത്ത് കാരണം അപ്പൊ കിടില കമന്റ് കേട്ടോ. ഓക്കെ, മാത്രമല്ല കേട്ടോ, അതിന്റെ കൂടെ ഞാൻ വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് പറയാണ്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ഹോം സ്പീക്കർ കൊടുക്കുകയാണ്, നല്ല ബിഗ് സ്ക്രീൻ ഇത് തന്നെയാണ്. അത് നമ്മൾ അടുത്തതിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് കമന്റ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ലൈക്കാർ കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ 5+ ഒരാൾ തെരഞ്ഞെടുക്കും. 6 ആളാണ് അടുത്ത വീഡിയോ. അതുകൊണ്ട് വീഡിയോന് കമന്റിയുടെ ഒരു കൺഫ്യൂഷൻ കാണിക്കേണ്ട, ആരാണ് വിജയം നമുക്ക് നോക്കാം. 6 ആളെ നമ്മൾ തിരഞ്ഞെടുക്കും. അതിൽ ഒരാൾക്ക് നമ്മൾ അടിപൊളി സ്പീക്കർ കൊടുക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരും, അത് കൊടുത്തിരിക്കും. അപ്പോൾ ആ ഒരു സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ കമന്റിയുടെ കൺഫ്യൂസും മടിയോ ഒന്നും കാണിക്കണ്ട, കമന്റ് ഇട്ടോ. അതിന്റെ കൂടെ ലൈക്ക് കൊടുക്കട്ടോ, ലൈക്കും കൊടുക്കുക, നല്ല നല്ല കമന്റ് കൊടുക്കുക. പിന്നെ
ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കമന്റ് ലൈക്ക് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. കമന്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ട് ആ ഒരു സ്പീക്കർ തന്നെ. അപ്പൊ ഇന്ന് നോക്കാം. ഓക്കെ, അടുത്ത നമ്മള് അടുത്ത നമുക്ക് 12 എന്ന് തുടങ്ങിയാലോ? ഓക്കെ, ഐഫോൺ 12 കൊടുക്കാം. ഓക്കെ, ഐഫോൺ 12 പ്രോ നല്ല കിട്ടിയ ഓഫറിൽ തന്നു. ഐഫോൺ 12 ആണ്. ഐഫോൺ 12 അത് 13 ആണല്ലേ? എല്ലാം മിക്സ് ആയിട്ട് 12 മിനി ഉണ്ട്. ഓക്കെ, 12 മിനി ഐഫോൺ 12 മിനി 12 മിനി 30 മിനി ഉണ്ട്. ഐഫോൺ 12 മിനി 30 മിനി ചോദിക്കുന്നവർക്ക് സ്പെഷ്യൽ 12 ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോ 12 മിനി എത്ര? 12 മിനി ആണെങ്കിൽ 128 GB കൊടുക്കുന്നത് വെറും 899. 800 ഐഫോൺ 12 മിനി കഴിഞ്ഞ പ്രാവശ്യം 3-4 ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ഫോണാണ്. ഇതിന്റെ ഒറ്റ ഫോണുള്ളൂ. ഇതൊക്കെ സാധനം വരും ചെയ്യും. അതിങ്ങനെ വരും പോകും. കാരണം ഇതൊക്കെ ഒന്നര ഞാൻ മുന്നേ പറഞ്ഞല്ലോ, പുറത്ത് എടുക്കൽ കുറവാണ്. കസ്റ്റമർ കൊണ്ടുതരണം. കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ എടുക്കാം. അങ്ങനെ ഒരു സാധനമാണ്. അങ്ങനെ സാധനമാണ്. അപ്പൊ 12 മിനി വേണ്ടവരെ വിളിച്ചോ. വെറും 899 കിട്ടും. നല്ല ഫോണാണ്. 30 മിനി 30 മിനി ആണെങ്കിൽ അത് ഒരു 50 റംസേ കൂടുതലുള്ളൂ. 899 പ്ലസ് 50 950. വെറും 950ക്ക് 30 മിനിറ്റ് കിട്ടും. അതാ നല്ല നീറ്റ് ആൻഡ് സാധനമാണ്. നോക്കിയായി കളർ നോക്കിയാൽ നല്ല അടിപൊളി കളറുമാണ്. സ്ക്രാച്ച് പോലും അതാണ് പ്രത്യേകം നോക്കേണ്ടത്. ബോഡി ചേഞ്ച് ആക്കിയൊന്നുമില്ല. ബോഡി ഒന്നും ചേഞ്ച് ആക്കാതെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റൂ. ഒരു ചേഞ്ചസ് ഇല്ലാത്ത സ്ക്രാച്ച്. കാരണം കസ്റ്റമർ അത്ര പ്രൊട്ടക്ട് ചെയ്ത് കവറൊക്കെ ഇട്ട് ഉപയോഗിച്ച പീസാണ്. അതെ, അപ്പൊ 12 ആണെങ്കിൽ അത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് 12 ഒക്കെ ഒരു 900 കൊടുക്കാം. 900 ദിർഹത്തിന് ഐഫോൺ 12 വന്നിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. മൊത്തത്തിൽ എന്താ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. ഐഫോൺ 11 അതായത് അപ്ഡേഷനും കാര്യങ്ങളുള്ള ഏത് ഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇതൊക്കെ 128 GB ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പറഞ്ഞോക്കെ 128. നമുക്കൊരു കാര്യം ചെയ്യാം. നല്ല സാധനം ബോക്സ് പീസ്. ബോക്സ് അല്ല, പക്ഷെ നല്ല സാധനമാണ്. ഇത് ഉപയോഗിക്കാത്ത സാധനമാണ്. പക്ഷേ 11 പ്രോ ഇത് കുറച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി എന്താവും സർവീസിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കൊല്ലൊക്കെ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ കുറച്ച് ഇത് ഇങ്ങനെ ബാറ്ററി ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാത്ത സാധനമാണ്. അങ്ങനെ വേറെ ഒരു വിഷയമില്ല. 256 GB ആണ്. ധൈര്യത്തിലെടുത്ത 3 മാസം വരെ നമ്മൾ വാറന്റിയും കൊടുക്കും. അത്ര നല്ല സാധനമാണ്. പക്ഷെ സർവീസ് കാണിക്കും. ഉള്ള തുറന്നിട്ട് ബാറ്ററി സർവീസ് കാണിക്കും. പക്ഷെ ഐക്യം കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാധനമാണ് ഇത് കൊടുക്കുന്നത്. ബാറ്ററി സർവീസ് 11 പ്രോ ആണ് കേട്ടത്. പക്ഷെ ഇത് 256 GB ഉപയോഗിക്കാത്ത സാധനം. നല്ല സാധനമാണ്. പേടിക്കാണ്ട് ധൈര്യത്തിലെടുത്തോ. 3 മാസം വരെ ചെക്കിംഗ് വാറന്റി തരും. കൊടുക്കുന്നത് വെറും 899. 899 ആണ് ഈ ഒരു ഇത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ബാറ്ററി സർവീസ് നമ്മൾ ബാറ്ററി മാറ്റണ്ടേ? ശരി, ബാറ്ററി മാറ്റണം. പക്ഷെ ചില സാധനങ്ങൾ സ്റ്റോക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ഇത് മുന്നേ ഒരു SC പണിയിട്ടിരുന്നു. വാറന്റി അടക്കം അതിലുണ്ട്. അങ്ങനെ കൊടുത്തിട്ടൊക്കെ ക്ലിയർ. പക്ഷെ ഇതിന് വാറന്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആപ്പിൾ സ്റ്റോൾ കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിപ്പോ 800 ഇതിപ്പോ മേടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് എത്ര ശതമാനം ബാറ്ററി ഉണ്ടാവും ഏകദേശം? ബാറ്ററി ചെക്ക് ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്തിട്ടില്ല. അല്ല, മാറ്റേണ്ടി വരില്ലല്ലോ. ഒന്നും മാറ്റുന്നു. സർവീസ് മാറ്റം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് സർവീസ് കാണിക്കും. ഇതിന് മുന്നേ SC നമുക്ക് ഇതേപോലെ വന്നിട്ട് വാറന്റി ഉണ്ടാവേണ്ട ആപ്പിൾ സ്റ്റോർ കൊടുത്തപ്പോൾ കിട്ടി. ഇത് സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി കുറയുന്നത് ഹീറ്റ് ആകുമ്പോഴാണ്. അപ്പൊ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഹീറ്റ് ആകുമ്പോൾ ബാറ്ററി കുറയും ഓട്ടോമാറ്റിക്. അതിൽ ബാറ്ററി ഡ്രൈ ഒക്കെ ആകുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഒറിജിനൽ ചാർജർ ഉപയോഗിക്കുന്നത്. ഈ ചാർജർ ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ആൾ പെട്ടെന്ന് ചാർജ് ചെയ്യാട്ടെ എന്ന് വെച്ചിട്ട് വലിയ പവർ ഉപയോഗിക്കും. അതുപോലെ ചില ആൾ വളരെ തുച്ഛമായത്. ഓരോന്നിനും ഓരോ അവർ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കണക്കായ ചാർജ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ചാർജ് എപ്പോഴും വാങ്ങണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അപ്പൊ ആ ചാർജ് ഉപയോഗിക്കാൻ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബാറ്ററി ഇറങ്ങിപ്പോകില്ല. അതുപോലെയാണ് ഇതിന്റെ സംഭവം. ഇത് നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാലൊക്കെ ഇത് സർവീസിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയുള്ള ഫോണാണിത്. വെറും എത്ര കൊടുക്കണേ? 899. അപ്പൊ ബാറ്ററി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പക്ഷേ ബാറ്ററി സർവീസിന് കാണിക്കും. അപ്പൊ ഇത് വേണ്ടവർക്ക് ഇത് മേടിക്കാം. ഇത്ര വില കുറച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് റിപ്പയർ ചെയ്ത പോലെ പീസും കിട്ടൂല. നല്ല സാധനങ്ങളാണെങ്കിൽ ചാത്തനാണെങ്കിൽ തട്ടിക്കുട്ടിയാണെങ്കിൽ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത്ര നല്ല സാധനം നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് തവണ നിങ്ങൾ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തായി. എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാറ്ററി അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഷോപ്പിൽ വന്നപ്പോൾ കണ്ടായിരിക്കും. എന്നാലും ആദ്യമായിട്ട് വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതും ചെക്ക് ചെയ്യുക. ബാറ്ററി അടക്കം ഞങ്ങൾ എഴുതിയിട്ട് ഇനി ഡോട്ട് ഉണ്ടെങ്കിൽ ഡോട്ട് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടോ അല്ലെ? അപ്പൊ 11 പ്രോ ബോക്സ് പറഞ്ഞു. അടുത്ത നമ്മൾ അത് പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു, 12 പ്രോ പറഞ്ഞു. 12 പ്രോ പറഞ്ഞു. ഓഫർ 12 പ്രോ പറഞ്ഞു. 12 പ്രോ മാക്സ് പറഞ്ഞില്ല. 12 പ്രോ മാക്സ് 12 പ്രോ മാക്സ് 12 പ്രോ മാക്സ് ആരാധകരുണ്ടെങ്കിൽ നല്ല റമദാൻ ഓഫർ ആയിട്ട്. റമദാൻ ഓഫർ അല്ല, പെരുന്നാൾ ഓഫർ. അത് 85ന്റെ താഴെ ബാറ്ററി ഉണ്ട്, 85ന്റെ മുകളിലെ ബാറ്ററി ഉണ്ട്. 85 512 ആണ് രണ്ടും. 512 85ന്റെ ചൂടിയ ബാറ്ററി ആണെങ്കിൽ 1750 റൺസിന് കൊടുക്കും. 85ന്റെ ചൂടിയ ബാറ്ററി ആണെങ്കിൽ 85 മുകളിലായിട്ടാണ് ജസ്റ്റ് ഒരു 50 റൺസ് 1899. അപ്പൊ രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ 550 കുറച്ച് വീണ്ടും കുറച്ചു. 1800 റൺസിന് 1700 റൺസിന് 512 GB.
85 ചൂടെ ബാറ്ററി കിഡിലം പ്രൈസ് 1750 റംസിന് 85 മുതൽ മേലോട്ട്. അത് 256 512 GB സ്പെഷ്യൽ ഡോട്ട് അയച്ചത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് ഫുൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി കയ്യിലും. അതെ, അപ്പൊ 12 Pro സ്പെഷ്യൽ ഓഫർ അല്ലേ? 12 Pro Max പെരുന്നാളിന്റെ സ്പെഷ്യൽ ഓഫർ. ഓക്കെ, ഡൺ. അടുത്ത 13ലേക്ക് പോവാം. iPhone 13 കിടക്കത്തെ സാധനം മുഴുവൻ 13 ആണ്. ഓക്കെ, ഒരു iPhone 13 ഏതാ കളർ വേണ്ടെങ്കിൽ iPhone 13 മച്ചാനെ, iPhone 13 ഏതാ കളർ വേണ്ടേ? iPhone 13 ഏത് കളർ? റെഡ്. iPhone 13 iPhone 13 4 കളർ 5 കളർ 6 കളർ എല്ലാ iPhone 13 എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? പെരുന്നാൾ ഓഫർ, സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ്. 85 ചോടിയാണ് ബാറ്ററി ആണെങ്കിൽ വെറും 1100 കൊടുക്കും. 1100 13 ഉണ്ട്. iPhone 13 1100 ചോടിയ ബാറ്ററി ആണെങ്കിൽ. ഇനി 85 മുകളിലാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു 100 രൂപ കൂടും. 1200 1250 അത് കൊടുക്കും. അതെ, പിടിക്കുക. iPhone 13 ഏത് കളറാണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം, നല്ല ബെസ്റ്റ് പ്രൈസിൽ. ഓക്കെ, അടുത്തത് കൊടുക്കുമ്പോൾ 13 കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ 13 പ്രോയിലേക്ക് പോവാം. 13 Pro എടുക്കുക. ഓക്കെ, iPhone 13 Pro മുഴുവൻ 13 Pro ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറം ഇപ്പുറം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു മുതൽ കൊടുക്കാൻ പോവാണ്. 13 പ്രോയില് 2 സാധനം ഉണ്ട്. ഡോട്ട് ഉള്ളത് ഇവിടെ ഡോട്ടുള്ള ആകെ 2-3 ഉള്ളൂ. ഡോട്ടുള്ളത് കറക്റ്റ് 512 GB 512 ഉണ്ട്, 256 ഉണ്ട്, 256 GB 13 Pro ഉണ്ട്, 512 13 Pro ഉണ്ട്. ഓക്കെ, അതില് ഡോട്ട് ഉള്ളതുണ്ട്. അതാ ഞാൻ നോക്കുന്നത്. ഡോട്ട് ഉള്ളത് ഒരു മാർക്കാക്കി വെച്ചിട്ടുണ്ടാവില്ല. മാർക്കാക്കി വെച്ചിട്ടുണ്ട്. ഡോട്ടുള്ള കറക്റ്റ് ആയിട്ട് ഡോട്ടുള്ള 13 Pro ഉണ്ട്, ഡോട്ട് കറക്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതാണ് മെയിൻ. ഡോട്ട് ഉള്ളത് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട്. ഡോട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ വില പൊട്ടിച്ചങ്ങ് കൊടുക്കണം. അത് 128 ഇല്ല 256 GB കൊടുക്കുന്നത്. വെറും ഡോട്ട് എന്ന് പറഞ്ഞാൽ അയച്ച വിസാന്റെ ഡോട്ട് വന്നല്ല, അപ്ഡേഷനിൽ വന്ന ആദ്യ ഡോട്ട് ഉണ്ടാവും. പക്ഷെ അപ്ഡേഷൻ വരുമ്പോൾ അത് ഷോ ചെയ്യുന്നത് അല്ലാണ്ട് അപ്ഡേഷനിൽ വന്നല്ല. ഡോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം 15 പ്രോയിൽ വരെ, 14 പ്രോയിൽ മാത്രമല്ല 15 പ്രോയിൽ വരെ ഡോട്ട് വരുന്നുണ്ട്. ഡോട്ട് വെച്ച് വലിയ ഡോട്ടൊക്കെ വന്നാലേ പ്രശ്നമുള്ളൂ. ചെറിയ ഡോട്ടൊന്നും വിഷയമല്ല. ഡോട്ട് ഏകദേശം 95% മൊബൈലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഡോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡോട്ട് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. മെയിനായിട്ട് ഇഷ്യൂ ആക്കേണ്ട അയച്ച പീസാണ് നോക്കുക. അയച്ച നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞുതരാം. പക്ഷെ ഡോട്ടും ഒരുപാട് ഡോട്ട് ഉണ്ടെങ്കിൽ ക്യാമറക്ക് ക്ലിയർ കുറയും. അത് ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവില്ല. നമ്മൾ ക്യാമറ തന്നെ പോയിട്ട്, അതും പോർട്രേറ്റ് പോയിട്ട്, പോർട്രേറ്റിന് 1x അല്ല 3x പോയിട്ട് വൈറ്റ് പേപ്പർ വെച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ ഈ ഡോട്ട് കാണിക്കുള്ളൂ. നമ്മൾ മുന്നേ പറഞ്ഞാണ്, നമ്മൾ പഴയ വീഡിയോ ചെക്ക് ചെയ്താൽ നമ്മൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ലോങ് ആവും. iPhone 13 Pro ഡോട്ട് ഉള്ളത് 86% ബാറ്ററി ഉണ്ട്. ഇത് എത്രയ്ക്ക് കൊടുക്കും? അത് 85 ബാറ്ററി ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. അതിൽ നമുക്ക് 1550 1550 ദിർഹത്തിന് 13 Pro കിട്ടും. ഡോട്ട് ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഡോട്ട് ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം ഇതിപ്പോ 91% ബാറ്ററി ഉണ്ട്. 85 മേലെ എന്തായാലും ബാറ്ററി ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡ് ആണ്. കാരണം കുറച്ചേ കിട്ടുന്നുള്ളൂ. 100 പീസ് 200 പീസ് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നത് 3-4 പീസാണ്. കാരണം അത്ര സെലക്ട് ചെയ്ത് ടൈമൊക്കെ എടുത്ത് അവർക്ക് പൈസ അധികം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും പൈസ കൂടുതൽ അവർ വാങ്ങും. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ കസ്റ്റമർ ആയിരുന്നു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കിട്ടുകയും ചെയ്തിട്ട് അങ്ങനെയൊക്കെ കിട്ടിയ കുറച്ച് പീസ് ഉണ്ട്. അതിനൊരു ഇപ്പൊ 1550 എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ 150 ദിർഹംസ് കൂടും. 1650 1700 ദിർഹംസിന് നിങ്ങൾക്ക് നല്ല പീസുമായിട്ട് പോകും. അതെ, 150 ദിർഹം കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് ഡോട്ട് ഇല്ലാത്ത 13 Pro വിശ്വസിച്ചിട്ട് ഇപ്പൊ അക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ 10-100 പീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 5-6 പീസ് ഉണ്ടെങ്കിൽ അത് മാത്രം വില കൂട്ടി മേടിച്ചിട്ടാണ് നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കറും. പിന്നെ ഇതന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞാൽ അതും ഞാൻ പ്രത്യേകം പറയാം. ഇപ്പൊ നമ്മൾ ഉള്ള തുറന്ന് പറയണല്ലോ. ഇപ്പൊ എന്റെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് ചെക്ക് ചെയ്താലും ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭാവിയിൽ ഇപ്പൊ വലിയൊരു ഇതൊന്നുമില്ല. ഭാവിയിൽ ചിലപ്പോൾ ഡോട്ട് വരാം. അത് പെട്ടെന്ന് വരൂല. എന്നാൽ ഭാവിയിൽ ഈ അപ്ഡേഷൻ കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ആരും ചെയ്യുന്നൊന്നല്ല. അതുകൊണ്ടാണ് മുന്നേ പറഞ്ഞത്. പക്ഷെ വലിയ ഡോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചെറിയ സ്റ്റാർട്ടൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിപ്പോ മനുഷ്യന്മാരായാലും നമ്മളിപ്പോ കുറച്ച് ഏജ് ആവും, നമുക്ക് ഓട്ടോമാറ്റിക് ഓരോ രോഗങ്ങൾ വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഫോണിനെ സംബന്ധിച്ചോളം ഇപ്പൊ വന്നൊരു രോഗമാണ് ഡോട്ട്. അത് രോഗം വന്ന ആൾക്കാരെ നിങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇനി രോഗം ഭാവിയിൽ വരുന്നതിനെ പറ്റി നമുക്കൊന്നും പറയാം. കാരണം ഇലക്ട്രിക് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ പരമാവധി നമ്മൾ സെറ്റ് ചെയ്തിട്ട് തരുന്നത്. നമ്മളെ തന്ന പീരീഡിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിപ്പയറിംഗ് തരും. അതിനെപ്പറ്റി ഒന്നും പേടി വേണ്ട. പക്ഷെ ഭാവിയിൽ അത് ഇത്രത്തോളം പറയുന്നത് വെച്ചാൽ നിങ്ങൾ തന്ന് പറ്റിക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് വന്നത്. ഡോട്ട് വലിയ വിഷയം അല്ല. പക്ഷെ ഡോട്ട് വലിയ ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെറിയ 1-2 ഡോട്ടാണ് വിഷയമാക്കേണ്ട. വലിയ ഡോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറയുമ്പോൾ എന്തോ അതിന്റെ ഡോട്ട് ഉണ്ടോന്നല്ല. നിങ്ങൾ വൈറ്റ് പേപ്പർ ചെക്ക് ചെയ്താൽ ചില ഡോട്ടൊക്കെ ശരിക്കും നമ്മളെ എന്താ പറയുക, ശരിക്കും ബോർഡുമില്ല. നമ്മൾ ഈ പഴയ ബോർഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു അടയാളം ഉണ്ടാവല്ലോ. അതേപോലെ ശരിക്കും വൈറ്റ് പേപ്പർ വെച്ച് നിങ്ങൾക്ക് ക്യാമറ മനസ്സിലാവും. അതുകൊണ്ടാണ് പലർക്കും ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്ലിയർ കുറവ് എന്ന് പറയുന്നതിന്റെ കാരണം ഈ ഡോട്ട് ഉണ്ടായതാണ്. അതെ, അപ്പൊ
ഡോട്ട് എന്ന് പറഞ്ഞ ഫോൺ ഡിസ്പ്ലേ ഡോട്ട് അല്ല, ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡോട്ടാണ്. ഡോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് തരും. അപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഞാൻ എടുക്കാറില്ല. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ, കാരണം ഡിസ്പ്ലേ ഡോട്ടിൽ പിന്നെ ഫോൺ എടുത്തിട്ട് വലിയ കാര്യമില്ല. ഡോട്ട് ഇങ്ങനെ വലുതായി വരും, പിന്നെ ഫോൺ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഡോട്ടും ഇത് ഡോട്ടും വേറെ വേറെയാണ്. അതെ, അതിന്റെ ഡോട്ട് ഡിസ്പ്ലേ ഡോട്ട് എന്ന് വെച്ചാൽ അത് സാംസങ്ങിന്റെ ഫോണിനാണോ കൂടുതൽ വരുന്നത്? സാംസങ്ങിന്റെ ഫോണിലൊക്കെ ഇപ്പൊ പണ്ടത്തെ പോലെ കംപ്ലൈന്റ് വളരെ കുറവാണ് ഫോണുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തരികിനും കുറെ കൂടുന്നത്. ഇപ്പം ചെറിയ ഫോൺ എടുത്താൽ പോലും 150 200 ഫോൺ എടുത്താൽ പോലും പണ്ട് തന്നെ ഇപ്പം അതുപോലെ തന്നെ ഈ സർവീസ് ഷോപ്പുകൾ വളരെ കുറഞ്ഞല്ലോ. പണ്ട് വെറും കംപ്ലൈന്റ് ആണ്. ഇപ്പം പക്ഷേ അവര് അപ്ഡേറ്റ് ആയി, ഫോൺ കൊടുക്കുന്ന കംപ്ലൈന്റ് എല്ലാം കുറവാണ്. അതുകൊണ്ട് അയച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നില്ല. അതുകൊണ്ടാണ് പല ആളും പിടിച്ചിരിക്കുന്നത്. കംപ്ലൈന്റ് കുറവാണ് പണ്ട് തന്നെ പോലെ. പക്ഷേ ഇപ്പം ഏകദേശം സംഭവം ഓക്കെ. ഇപ്പൊ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണോ കംപ്ലൈന്റ് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പുതിയ ഫോൺ ഉണ്ടാകുമ്പോൾ അപ്പൊ 250 നല്ല പ്രൈസ് പറഞ്ഞു. 512 512 നമുക്ക് കൊടുക്കാം. 512 ആണെങ്കിൽ അതും ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. ഡോട്ട് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1800 1800 ഡോട്ട് ഇല്ലാത്താണെങ്കിൽ 1950 2000 അതും കൊടുക്കാം. ഓക്കെ, 2000 ചൂടെ നിങ്ങൾക്ക് ഡോട്ട് ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലിയർ 512 13 Pro ഇട്ടോ. ഓക്കെ, ഇത് മുഴുവൻ ഇല്ല, 1 TB മുഴുവൻ നമുക്ക് 30 Pro Max ആണ്. 13 Pro Max മക്കളെ ഇതായിരിക്കുന്നു. 13 Pro Max എത്ര ഉണ്ട്? 13 Pro Max ഇട്ടാ. ഓക്കെ, അപ്പൊ എത്ര GB എത്ര പ്രൈസ്? അതെ, 30 Pro Max ഇതേ സംഭവം തന്നെയുണ്ട്. ഡോട്ട് ഉള്ളതുണ്ട്, ഡോട്ട് ഇല്ല. 30 Pro Max ഉണ്ട്, 50 Pro Max വരുന്നുണ്ട്. ഓക്കെ, 50 Pro Max ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ 30 Pro Max 13 Pro Max ഡോട്ട് ഉള്ളത് എത്ര ബാറ്ററി ഒക്കെ 85 മുകളിലുണ്ട്. കാരണം അതൊക്കെ 2 വർഷമൊക്കെ ആയ സാധനം. അതിലും ബാറ്ററി കുറവുണ്ടെങ്കിൽ ഇനി വില കുറച്ച് തരുവേ. പ്രത്യേകം പറയാം. അത് ഇതൊക്കെ ഇത്രയും പറഞ്ഞു വെച്ചാൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 95 ഇനി 100 അത്ര നിങ്ങൾക്ക് അത്ര ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്തു തരാൻ പറ്റും. അതുകൊണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്തത്. ചില ആൾ പറയും ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ചെയ്യേണ്ടത്. 6 മാസം വരെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം വരെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇറങ്ങാം. 3 മാസത്തിന് ചിപ്പ് ഉണ്ട്, 6 മാസം ചിപ്പ് ഇടുന്നതാണ്. ആ ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 95 90 എത്ര വെച്ചാൽ അതേപോലെ വെക്കും. ചിലപ്പോൾ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഒരൊറ്റ ഇടിയിലായിരിക്കും. ഇത് ഇടിയുന്നതിന്റെ കാരണം ഈ ചിപ്പാണ്. ഒന്ന്, ഈ ചിപ്പ് ചെറിയൊരു ചിപ്പാണ്. ഫോണിന്റെ ഉള്ളിൽ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഫോണിന്റെ ഉള്ളിൽ ഒരു ചിപ്പ് വെച്ചിട്ട് ബാറ്ററിയുടെ ബൂസ്റ്റ് ചെയ്തിട്ട്, അതായത് ബാറ്ററി പെർസെന്റേജ് കുറയുമല്ലോ. അതാണ് ആപ്പിൾ ഫോൺ വാങ്ങിയ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ബാറ്ററി പെർസെന്റേജ് കുറയുന്നു. ആ ബാറ്ററി പെർസെന്റേജ് കുറയാതിരിക്കുന്ന ചിപ്പ് വെക്കുന്ന കഥയാണ് പറയുന്നത്. അതൊന്നും വെക്കാത്ത സാധനം നിങ്ങൾക്ക് എത്ര വില കൊടുക്കണേ? ഇത് കൊടുക്കാം നമുക്ക്. ഡോട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ കൊടുക്കുക 1999 256 13 Pro Max ഇട്ടോ, 2000 താഴെ. ഡോട്ട് ഇല്ലാത്തതാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു 150-200 കൂടും. 2200 നീറ്റ് ആൻഡ് ക്ലിയർ ഉള്ള 13 Pro Max ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ യൂസർ. ഓക്കെ, അടുത്ത് ഇനി നമുക്ക് എടുക്കുമ്പോഴേ അടുത്ത നമുക്ക് പോവാ 14 പ്രോയിലേക്ക് പോവാം. 14 Pro. ഓക്കെ, 14 Pro ഫോൺ മക്കളെ. 14 Pro ഇത് നോൺ ആക്റ്റീവ് ആണോ ആക്റ്റീവ് ആണോ യൂസ്ഡ് ആണോ? യൂസ്ഡ് 14 Pro ഓഫർ. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയും വിട്ടുപോയി. നോൺ ആക്റ്റീവിലും സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, നോൺ ആക്റ്റീവ് 13 Pro ഇതാ. 13 Pro നോൺ ആക്റ്റീവ് എവിടെ പോയാലും കിട്ടൂല. എന്റെ അടുത്തുണ്ട് 13 Pro നോൺ ആക്റ്റീവ് 256 GB. എത്രയ്ക്ക്? 2500. പിടിക്ക് 2500 നോൺ ആക്റ്റീവ് വേണമെന്ന് ആഗ്രഹമുള്ളവർ വന്നോ. 2500 പീസ്, 2500 ദിർഹത്തിന് ഒരു 5-6 പീസ് കൊടുക്കിട്ട് എടുത്തോ. 12 Pro നോൺ ആക്റ്റീവ്. ഓക്കെ, അതും കൊടുക്കും 1750. 1750 12 Pro നോൺ ആക്റ്റീവ് കൊടുത്തു. ഈ വീഡിയോ കാണുന്നവർക്ക് 256. 256. ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് നല്ല കിഡിൽ ഓഫറാണ്. നമ്മൾ മിക്സ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. കിഡിൽ ഓഫർ കേട്ടോ. നോൺ ആക്റ്റീവ് ഓഫർ, യൂസർ ഓഫർ. പിന്നെ 15 പ്രോന്റെ ഓഫർ. 14 Pro എന്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുള്ള. പിന്നെ വേറൊരു സാധനം അല്ല, ഇത് 14 Pro അല്ലേ? 14 Pro ആണ്. അല്ല, ഇനി നോൺ ആക്റ്റീവ് ആദ്യം ഈ 14 Pro യൂസർ പറയാം. ഓക്കെ, 14 Pro യൂസറിന് എത്ര കൊടുക്കാം? യൂസറിലും ഇതേപോലെ തന്നെ എന്റെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഡോട്ട് ഇങ്ങനെ 1-2 വരാം. ഡോട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ വില കുറച്ച് തരാം. വെറും 1950 വരും. 1950 ഡോട്ട് ഉള്ള ഫോൺ തരും. ഐഫോൺ 14 Pro ഡോട്ടുള്ള സ്റ്റോക്ക് ഇല്ല. ഇപ്പൊ ഉള്ള എല്ലാം ഡോട്ട് ഇല്ലാത്തതാണ്. നല്ല സ്റ്റോക്കാണ്. ഡോട്ട് ഉള്ളാണെങ്കിൽ 1950 നല്ലോണം വില കുറഞ്ഞു. ഡോട്ട് ഉള്ളത്. ഇനി ഇല്ലാത്തയാണെങ്കിൽ 2200 ആ റേഞ്ച് ഇപ്പൊ ഉണ്ട്. 2200 ആ റേഞ്ചിൽ ഇപ്പാണ് കൊടുക്കുന്നത്. 85 ഒക്കെ നല്ല ബാറ്ററി ഒക്കെ ഉള്ള സാധനം തന്നെ കിട്ടും. 2200 തന്നെ 14 Pro 256 കിട്ടും. ഓക്കെ, അപ്പൊ 2200 ദിർഹത്തിന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം കിട്ടും. അല്ലാത്ത 1950 സ്റ്റോക്ക് വരുത്തുണ്ട്. ഇല്ലാന്നല്ല, സ്റ്റോക്ക് ഒറ്റ വരും. കാരണം ഇപ്പൊ കസ്റ്റമർ നമ്മൾ കൊണ്ടുവരുമ്പോൾ ചില ആളൊക്കെ അവർ ചെയ്തായിരിക്കില്ല. അവരടുത്ത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ വന്നായിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും ദൂരത്ത് നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എടുക്കും. ഇതേപോലെ തന്നെ വില കുറച്ചിട്ട് വേണ്ടാക്ക് കൊടുക്കും. പക്ഷെ രണ്ടും പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇത് ഡോട്ട് ഉള്ളത്, ഇത് ഡോട്ട് ഇല്ലാത്തത്, അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതും കൂടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് 14 Pro ഇപ്പൊ ഡോട്ടിലുള്ള 14 Pro ഇല്ല. പക്ഷേ 14 Pro വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതന്നെ 512 ഉണ്ട്. 512 എത്രയ്ക്ക്? 512 നല്ല ഡോട്ട് ഇല്ലാത്ത തന്നെ വേണമെന്ന് നമുക്ക് 2350 2400 റേഞ്ചിൽ കൊടുക്കാം. 2400 512 14 Pro യൂസർ ഇട്ടാ.
ഓക്കെ. ഇനി ബാറ്ററി പെർസെന്റേജ് ഒക്കെ എത്രയാണ് വരുന്നത്? ബാറ്ററി പെർസെന്റേജ് ഒക്കെ എല്ലാം 85 എബോവ് ആട്ടോ ബാറ്ററി പെർസെന്റേജ്. ഓക്കെ ഡൺ. അടുത്ത് നമുക്ക് 14 Pro കഴിഞ്ഞ് 14 Pro Max. ഓക്കെ 14 Pro Max 14 Pro Max നമുക്ക് കൊടുക്കാം. 14 Pro Max 256 GB ആണെങ്കിൽ 2400 കൊടുക്കാം. അതിലും ഡോട്ട് ഉള്ളതും അതുപോലെ ബാറ്ററി കുറവൊക്കെ ആണെങ്കിൽ ഇനിയും കുറച്ച് തരും. നോക്കുകൾ 2450 കിട്ടുന്ന സാധനം നോക്ക്. 14 Pro Max നിങ്ങളുടെ പെരുന്നാൾ ഓഫർ ആട്ടോ. സാധനം നരി എന്ന് പറഞ്ഞാൽ പോലെ വേറെ 512 മെമ്മറി ഒക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 512 GB നമുക്ക് ഡോട്ട് ഉള്ളതൊക്കെ ഒരു പീസ് ഉണ്ട്. ആ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ 512 2400 കൊടുക്കാം. 2400 ഡോട്ട് ഇല്ലാത്താണെങ്കിൽ 2650 2700. ഓക്കെ, അപ്പൊ അതും കൂടെ നോക്കി വെച്ചാൽ നമ്മളെ 14 Pro Max ഇട്ടാ. ഓക്കെ ഡൺ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 15 Pro ലേക്ക് പോവാം. 15 Pro. ഓക്കെ 15 Pro ഇതാ. 15 Pro നോൺ ആക്റ്റീവ് ഉണ്ടോ? 15 Pro എല്ലാം ഉണ്ട്. അല്ലാണ്ട് 15 Pro യൂസർ 15 Pro യൂസർ 128 ഡോട്ട് ഉള്ളത് വരുന്നുണ്ട്. പക്ഷെ ഒറ്റൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ആയിക്കേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അതൊക്കെ വരികയാണെങ്കിൽ നല്ല വില കുറച്ച് ഞാൻ തരും. ഇപ്പൊ എന്റെ അടുത്ത് ഡോട്ട് ഉള്ളത് ഇല്ല, പക്ഷെ അത് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ പുതിയൊരു അപ്ഡേഷൻ ആവുന്നൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡോട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കുറച്ച് തരും. അതുപോലെ ബാറ്ററി ചിലതൊക്കെ 85 താഴെ ബാറ്ററി വരുന്നുണ്ട്. അതൊക്കെ കസ്റ്റമർ ഇതുപോലെ കൊണ്ടുവരണം. അതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്ന വില കുറച്ച് ഇപ്പൊ പറഞ്ഞ സാധനം 128 GB. 15 Pro 128 GB ആണെങ്കിൽ ഡോട്ടും കാര്യമൊന്നുമില്ലാത്ത ഒറിജിനൽ ഒരു സ്ക്രാച്ചും ഇല്ലാത്ത പീസ് ആണ് നിങ്ങൾക്ക് തരുന്നത് വെറും 2699. 2699 ദിർഹത്തിന് 15 Pro 256 GB. 128 GB 256 കയ്യിലാണ്. 256 GB ആണെങ്കിൽ അത് ബെസ്റ്റ് റേറ്റ് കൊടുക്കുക. ഡോട്ടൊന്നും ഇല്ലാത്ത ഇതേപോലെ തന്നെ 85 അബോ ബാറ്ററി ഒക്കെ ഉള്ളതാണെങ്കിൽ 2850. 2850 ദിർഹത്തിന് 256 GB കിട്ടുന്ന വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം 15 Pro 256 റേറ്റ് ആണ്. 512 ഇതിന് തന്നെ വരുന്നത്. 512 ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് 3200 250 റേഞ്ചിൽ അതും കൊടുക്കാം. 3250 ദിർഹത്തിന് 15 Pro 1 TB ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. 1 TB പ്രാവശ്യം സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഇതാണ് നോൺ ആക്റ്റീവ് ഉണ്ട്. നോൺ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ നല്ല റേറ്റിന് കൊടുക്കുക. നോൺ ആക്റ്റീവ് 15 Pro ആർക്ക് വേണ്ട? എത്ര GB? 256 GB. 256 സിം ഇടാം. രണ്ട് സിം ഇടാം. അത് നമുക്ക് ഹോങ്കോങ് ഇന്ത്യയാണ് വരുന്നത്. 3150 കൊടുക്കാം. 3150 ദിർഹത്തിന് വേണമെങ്കിൽ 3150 ദിർഹത്തിന് ഹോങ്കോങ് വേർഷൻ 2 സിം ഇടാൻ പറ്റിയ 15 Pro നോൺ ആക്റ്റീവ് റമദാൻ ഓഫർ. ഓക്കെ 50 Pro Max റമദാൻ അല്ല, പെരുന്നാൾ ഓഫർ. 50 Pro Max ഇതേതാ യൂസർ? നല്ല അഡ്വാൻസ് ആണ് യൂസർ 15 Pro Max ആണോ? ഏത് കളർ വേണമെങ്കിലും എത്രയ്ക്ക് കൊടുക്കാം? 15 Proന്റെ 50 Pro Max പ്രത്യേകം പറയാം, ഇപ്പം വില വീണ്ടും കൂടി. അത് പുതിയതിന് വീണ്ടും വില കൂടിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ 3500 600 വരെ ഓഫർ ഇട്ടിരുന്നു. 3599 ഇട്ടിരുന്നു. ഇപ്പൊ അതൊക്കെ കൂടി 1750 കഴിഞ്ഞ് 1800 പോയോണ്ടിരിക്കുകയാണ്. അത് സാധനം ഇങ്ങനെ കൂടുക. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ AI ഫീച്ചർ തുടങ്ങുന്നത് 15 Pro മുതലാണ്. അതുകൊണ്ട് അതിന് പുതിയ ഇപ്പൊ കിട്ടാനും ഇല്ല, കിട്ടിയാൽ തന്നെ അതിന് വില കൂടുതലാണ്. അതേപോലെ തന്നെ യൂസറിലും അത്യാവശ്യം വില നല്ലതിന് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ സൈഡും ടച്ച് ചെയ്തൊക്കെ വില കുറവാണ്, പക്ഷെ നല്ലതിന് വില കൂടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ഇത്തവണ എൻ്റെ അടുത്ത സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ എന്ന പീസാണ് നല്ല റേറ്റിന് കിട്ടിയതാണ്. അതുപോലെ തന്നെ കസ്റ്റമറിന് ബെസ്റ്റ് റേറ്റിന് കൊടുക്കുകയാണ്. ഇത് പെരുന്നാൾ ഓഫർ ആയിട്ടാണ്. വെറും 3250 dirhams സ്റ്റാർട്ട് ചെയ്തിട്ട് 256 GB ഒറിജിനൽ ഒരു സ്ക്രാച്ച് ഇല്ലാത്ത ബാറ്ററി ഒക്കെ 85 എബോ തന്നെയാണുള്ളത്. നല്ല അടിപൊളി സാധനമൊക്കെ 3250 സ്റ്റാർട്ട് റേറ്റ്. അതെ, 3250 dirham സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. 15 Pro 15 Pro Max ആട്ടോ 256 256 GB. അപ്പൊ നോക്കി വെച്ചോ, പെരുന്നാൾ ലീവ് ഉള്ളപ്പോ നിങ്ങൾ കയറി പോയി സാധനം നോക്കിയാൽ നല്ല ക്യാമറ. അതെ, ക്യാമറ അഴിക്കാത്ത നല്ല പീസുകളായിരിക്കും. നിങ്ങൾ 50 dirham കൂടിയാലും നിങ്ങൾക്ക് വന്ന് 100% ഹാപ്പി ആയിട്ട് വിശ്വസിച്ച് മേടിച്ചിട്ട് പോകാൻ പറ്റും. അമ്മാരി നരി സാധനം. ക്യാമറ ചില ഡൗട്ട് ഉണ്ട്. ഈ ക്യാമറ ഡോട്ട് ചിലപ്പോൾ കാണുന്നില്ലാണോ? ക്യാമറ ഡോട്ടിന് ഇപ്പൊ മാർക്കറ്റിൽ ഒരു തരികിടം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമറ ഇപ്പൊ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഡോട്ട് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. പക്ഷെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ ക്യാമറ എടുക്കുമ്പോൾ ഒരു ബ്ലർ ഉണ്ടാവും, ഒരു എന്താ പറയുക, ഒരു വറക്കൽ എന്നൊക്കെ പറയാം. അതൊരു ആ ഒരു സംഭവം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒന്നും നമ്മൾ പരമാവധി നമ്മൾ അവിടെ പറഞ്ഞ 4 സെയിൽസ്മാൻമാരുള്ളത്. 4 പേര് ഞങ്ങൾ യൂസറിൽ 4 സെയിൽസ്മാൻമാരുണ്ട്, ഒരു സപ്പോർട്ട് ഹെൽപ്പറും ഉണ്ട്. അങ്ങനെ 5 പേരുണ്ട്. ഇതിൽ 4 പേരും ഞങ്ങളെ സർവീസറാണ്. അവരെ പിടിച്ചിട്ടാണ് സെയിൽസ്മാൻ ആക്കിയത്. അവിടെ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ഫോൺ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പൊ അതെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത
നല്ല 16 iPhone 16 യൂസിൽ വന്നിട്ട് ഒരു ബോക്സ് ജസ്റ്റ് ആകെ ഒരു 2-3 ഡേയ്സ് മാത്രം യൂസ് ചെയ്ത സാധനമാണ്. സാധനമാണ് 128GB ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 2300 ബ്രാൻഡ് ന്യൂ തന്നെ പറയാ. ജസ്റ്റ് 2-3 ഡേയ്സ് മാത്രം യൂസ് ചെയ്ത സാധനമാണ്. കസ്റ്റമർ 2300 കൊടുക്കും. 2300 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അപ്പോൾ നിങ്ങൾ ഈ ഓഫർ ഓരോ ഓഫർ കഴിയുമ്പോൾ ഓരോ ഓഫർ വേറെ തരിക. ഇതിങ്ങനെ ഇതൊക്കെ ഡെയിലി വരുന്ന സാധനമാണ്. അവിടെ ഇങ്ങനെ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല, 1-2 ഇങ്ങനെ വരിക പോവാ. ഇതിപ്പോ ഞങ്ങളുടെ തന്നെ എടുത്താണ് TDR സ്റ്റോക്കാണ്. 16 Pro TDR സ്റ്റോക്കാണ്. 512GB ആണ്. ഇത് കസ്റ്റമർ എടുത്തിട്ട് സൈസ് പോരാന്ന് പറഞ്ഞിട്ട് ബിഗ് എടുത്താണ്. തിരിച്ചുമാണ് വലുത് കയ്യിൽ ഒക്കുന്നില്ല. അത് അവരുടെ ഇഷ്ടങ്ങൾ. പക്ഷെ നമുക്ക് എന്തായാലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കസ്റ്റമർ കൊടുക്കാമല്ലോ. ഇത് കറക്റ്റ് വന്ന് ചെക്ക് ചെയ്തോ 15-ാം തീയതി ഈ 5 ദിവസം മുന്നേ കറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ചെയ്താണ്. ആകെ 3 സൈക്കിൾ കൗണ്ടേ ഉള്ളൂ. 5 ദിവസം നമ്മൾ അത്ര സൈക്കിൾ കൗണ്ട് ഉണ്ടാവും. 3 പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ പുതിയ വെക്കുന്നത് 4800 നമ്മൾ ഒരു 500 ദിർഹംസ് കുറച്ചിട്ട് 4300. 500 ദിർഹം കുറച്ചിട്ട് ഈ സാധനം വേണോ വേണ്ടവരെടുത്തോ. 500 ദിർഹമാണ് ഇതിന് കുറവ്. 5 ദിവസം ആക്റ്റീവ് ആയതുകൊണ്ട് 500 ദിർഹംസ്. അതെ, ഒരു ദിവസം 100 വെച്ചിട്ട് 5 ദിവസം 500 ദിർഹം കുറച്ചിട്ടുണ്ട്. പുതിയതിന് 4800 ഇതിന്റെ പ്രൈസ് 4300. കമന്റ് ഇടുന്ന ഞാനാണെങ്കിൽ എന്തായാലും ഞാൻ ഇപ്പൊ നമുക്കിപ്പോ കമന്റ് ഇടാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ ഇടാൻ ചാൻസ് ഒരു കമന്റ് ഞാൻ പറയട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നാ 4200 കിട്ടുമല്ലോ. കാര്യങ്ങൾ വരുന്നത് ഡെയിലി 100 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് എന്താക്കും ഇതിന് കമന്റ് നമ്മൾ ഇതേമാതിരി സാധനം അങ്ങനെ പറഞ്ഞോ ഞാൻ പറഞ്ഞത്. എന്തായാലും മലയാളിയാണല്ലോ നമ്മൾ. അതെ, അപ്പൊ iPhone 16 വേണോ 16 Pro Max വേണോ അതോ നോൺ ആക്റ്റീവ് വേണോ യൂസർ വേണോ ഏത് വേണം നിങ്ങൾ നോക്കിക്കോ. നല്ല കിഡിലൻ പെരുന്നാൾ ഓഫറാണ് യൂസർ കൊണ്ട് പ്രാവശ്യം തന്നിരിക്കുന്നത് അല്ലേ. പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാംസങ് ഒക്കെ ഉണ്ട്. സാംസങ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ S21 അതുപോലെ അതിന്റെ മുകളിലൊക്കെ മോഡൽ നിങ്ങൾ TR ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തോ. ബാക്കി ഏകദേശം വരുന്ന 99% ചാത്തനാണ് മാർക്കറ്റിൽ. അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. കാരണം സാംസങ്ങിലൊക്കെ ചെറിയ പൈസന്റെ ഫോണുകളാണ്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ മോഡൽ എടുക്കുമ്പോൾ TR കിട്ടുകയാണെങ്കിൽ നല്ലതൊക്കെ കിട്ടാണ് എടുക്കേണ്ടതെന്ന് പറയുന്നില്ല. പക്ഷെ പരമാവധി S21 S22ന്റെ മോഡലുണ്ട്. ഇപ്പോഴും S21 ഒക്കെ പല ആൾ ടിക്ടോക്ക് കണ്ടിട്ടുണ്ട്. അവിടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 22 വരെ ഇപ്പൊ ഇറങ്ങുന്നില്ല. പക്ഷെ പല ആൾ ബ്രാൻഡ് ന്യൂ പറഞ്ഞിട്ട് വിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ പറഞ്ഞിട്ട് തന്നെ ടിക്ടോക്കിൽ വിൽക്കുന്ന കാണുന്നുണ്ട്. 22 ഇറങ്ങിയിട്ട് അവർ നാട്ടിൽ പോയി. ഇനി ആ കമ്പനിക്കാർ ഇറക്കിയ ആൾ ഇപ്പൊ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. 23 തന്നെ ഇത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. 23 ഈ വീക്കിൽ സാധനം ഇല്ല. കാരണം 23 അൾട്രനെ കിട്ടാത്തടുത്ത് പിന്നെ എങ്ങനെയാണ് 22 21 ഒക്കെ കിട്ടുക? 23 അവർ സ്റ്റോപ്പ് ചെയ്താണ്. മാർക്കറ്റിൽ കിട്ടും, നമ്മൾ പെട്ടെന്ന് കൊണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ് വീക്ക് കിട്ടുമോ എന്നറിയില്ല. ഈ വീക്ക് എന്തായാലും 23 അൾട്ര പുതിയത് സ്റ്റോക്ക് ഇല്ല. ഇപ്പൊ ഐഫോൺ സാംസങ് എടുക്കുന്നവരൊക്കെ സാംസങ് യൂസർ ഇപ്പൊ പുതിയതാണൊക്കെ പറഞ്ഞു തരുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനുമ്പോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ മോഡൽ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ കമ്പനിക്കാർ മുഴുവൻ ചെറിയ റേറ്റിൽ 200 മുതൽ നമുക്ക് 250 300 400 500 ദിർഹംസ് ഒക്കെ നമുക്ക് നല്ല ഫോൺ ആൻഡ്രോയിഡ് ഫോൺ അത് TRന്റെ വാറന്റി 1 ഇയർ വാറന്റിയിൽ നല്ല ലേറ്റസ്റ്റ് മോഡൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വാങ്ങുക. വെറുതെ യൂസർ പോയിട്ട് ചെറിയ പൈസ വാങ്ങണ്ട. പിന്നെ നല്ല ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴായാലും നിങ്ങൾക്ക് 1000 മുകളിലെ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. പക്ഷേ സാംസങ്ങും അതുപോലെ വേറെ ഫോണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പരമാവധി ബ്രാൻഡ് ന്യൂ വാങ്ങുക. ചെറിയ മോഡലാണെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക. വലിയ മോഡലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും 2500 3000 ദിർഹംസ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ 2000 2200 ഒക്കെ ഒരു ഫോൺ കിട്ടുമ്പോൾ ട്രൈ ചെയ്യാം. അതിനൊന്നും വിഷയമല്ല. പക്ഷേ ചെറിയ മോഡൽ വാങ്ങും. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതൊരു നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. നിങ്ങൾ പരമാവധി വാങ്ങുമ്പോൾ TR തന്നെ ചോദിച്ചു വാങ്ങാം. ആൻഡ്രോയിഡ് TR ചോദിച്ചു വാങ്ങണം. കാരണം അത് മാത്രമേ നിങ്ങൾക്ക് വാറന്റി കിട്ടുള്ളൂ. നല്ല അയക്കാത്ത പീസും അതുപോലെ തന്നെ പ്രശ്നമില്ലാത്ത സാധനമൊക്കെ വളരെ കംപ്ലൈന്റ് കുറവ്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ കംപ്ലൈന്റ് വന്നതിൽ വളരെ കംപ്ലൈന്റ് കുറവുള്ള ഒരു ഫോണാണ് TR. കാരണം ഇവിടുത്തെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ TR ആയിരിക്കണം. ഇവിടുത്തെ അപ്രൂവലുള്ള സാധനമാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഇതാണ് TDR എന്നുള്ള. അത് സാധനം നിങ്ങൾ എവിടുന്ന് എന്തെടുത്ത് കഴിഞ്ഞാലും ചെക്ക് ചെയ്തെടുക്കുക. TDR ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങേ വേണ്ട. പരമാവധി ആൻഡ്രോയിഡ് ആണെങ്കിൽ, പക്ഷേ ആപ്പിൾ ആണെങ്കിൽ ഞങ്ങൾ അത് പറയൂല. ആപ്പിളിന് വെച്ചാൽ ഇന്റർനാഷണൽ വാറന്റി ആണ്. ഏകദേശം എവിടുന്ന് ഉണ്ടാക്കുന്ന സാധനം ഒരേ ക്വാളിറ്റിയിൽ അവർ ഉണ്ടാക്കുള്ളൂ. അത് TRന്റെ ആയാലും ശരി, ഇനി ഇന്ത്യൻ്റെ ആയാലും ശരി, ഇനി അതല്ല US-ന്റെ ആയാലും എവിടുത്തെ ആണെങ്കിൽ ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക. അതിന് എവിടെ പോയാലും വാറന്റി കിട്ടുന്നുണ്ട്. ഇതുവരെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ധൈര്യത്തിലെടുക്കുക. പക്ഷേ ആപ്പിൾ ഒഴിക്കാൻ വേറെ ഏത് ഫോൺ സാംസങ് ആയാലും ശരി എനിവൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ TDR ചോദിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതെ, TDR ആൻഡ്രോയിഡിന്റെ ഫോണുകൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് TDR. ഇപ്പൊ ആൻഡ്രോയിഡിന്റെ ഫോണുകൾ തന്നെ, ആൻഡ്രോയിഡിന്റെ ചെറിയ ഫോണുകൾ ഇപ്പോൾ അഷ്കൊക്കെ പറഞ്ഞ മാതിരി ചെറിയ പൈസക്ക് ഒരുപാട് ഫോണുകളുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ A56 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ ബ്രാൻഡ് 560-70 ദിർഹംസിന്
ബ്രാൻഡ് തന്നെ 5G മൊബൈൽ കിട്ടുന്നുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, TDR ഉള്ള തന്നെ ആൻഡ്രോയിഡ് ഫോണുകൾ മേടിക്കുക. ഐഫോൺ ആണെങ്കിൽ ഇന്റർനാഷണൽ വാറന്റിയാണ്. അത് മാത്രമേ 12X വന്നിട്ടുണ്ട്. അത് ശരിയാ, ഞാൻ 560 എന്ന് പറയുമ്പോൾ 12X വന്നിട്ട് 450 470 റംസ് മുതൽ അതും സ്റ്റാർട്ടിംഗ് ആണ്. അതായത് 4G 5G ഫോൺ ഇതാ എത്രയായിരുന്നു പ്രൈസ്? 460 470 470 5G ഫോണുകൾ തന്നെ ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് യൂസർ ഒന്നും ആൻഡ്രോയിഡ് മേടിക്കേണ്ട ആവശ്യം വരില്ല, നല്ല ഫോൺ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പെരുന്നാൾ ഓഫറായിട്ട് ഇപ്രാവശ്യം നമ്മൾ യൂസറിന്റെ പറഞ്ഞു. അടുത്ത ആഴ്ച നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അല്ലേ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഒരുപാട് ഇങ്ങനെ കമന്റിയുടെ മുട്ട ഇത്തവണ നമ്മള് 6 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് കമന്റ് വീണ്ടും പറയാണ്, കമന്റ് പോയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ കമന്റ് ബോക്സ് ഫുൾ ആയി കൊടുത്തവണ. അത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്താക്കുക, നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരോട് പറയാം നിങ്ങളെ കമന്റ് ലൈക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഗിഫ്റ്റ് 5 പേരെ തിരഞ്ഞെടുത്തിട്ട്, അത് നോർമലായിട്ട് നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുന്ന 5 പേരെ തിരഞ്ഞെടുത്തിട്ട് കമന്റ് ഒരു 5 പേര് തിരഞ്ഞെടുത്ത് 5 പേർക്ക് സ്പെഷ്യൽ വാച്ച് വേറെ. അപ്പൊ കമന്റിലേക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വേറെ ലെവൽ വീഡിയോ ഉണ്ട് തന്നെ. അപ്പൊ എന്തായാലും താങ്ക് യു.